സുഹൃത്തുക്കളെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ അനസ്. ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ കൊണ്ടാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുട്ടികൾ പറയാറുണ്ട് മുതിർന്നവരെ കണ്ട് പഠിക്കണമെന്ന്. പക്ഷെ പല കാര്യങ്ങളും കുട്ടികളെ കണ്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഇതിൻ്റെ വീഡിയോ കുറച്ച് മുന്നേ ഒരു 3-4 മാസം മുമ്പേ എടുത്തതാണ്. അപ്പോൾ ആ വീഡിയോ നമ്മളൊന്ന് കണ്ടു നോക്കാം. Good girl. Nihaya. Is Ayah നല്ല കുട്ടിയായിട്ട്? Okay. Bye bye. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കുട്ടികളുടെ വീഡിയോ ഉണ്ടോ? അപ്പോൾ ഇത് കണ്ടപ്പോൾ ആകെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ? അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഭാരമുള്ള വസ്തുക്കൾ എടുക്കുന്ന രീതി, അതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതായത് മാനുവൽ ഹാൻഡ്ലിങ് അല്ലെങ്കിൽ ഭാരമുള്ള വസ്തുക്കൾ എങ്ങനെ എടുക്കുക എന്നുള്ളത്. നമ്മൾ മുതിർന്നവർ എടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരുപാട് മിസ്റ്റേക്ക് വരാറുണ്ട്. കാരണം നമ്മൾ പെട്ടെന്ന് എടുക്കാൻ നോക്കും, ബാക്ക് ബെൻഡ് ചെയ്തിട്ട് മുട്ട് മടക്കാതെ എടുക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് പെയിൻ വരാനുള്ള ചാൻസുകൾ കൂടുതൽ. സ്ഥിരമായിട്ട് എടുക്കുകയെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ബാക്ക് സ്ട്രോങ് അല്ല. അപ്പോൾ അവർക്ക് നാച്ചുറലായിട്ട് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവരെടുക്കും. അതായത് എടുക്കുന്ന രീതിയാണ് കറക്റ്റ് മെത്തേഡ്. അവരെന്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലും മുട്ട് മടക്കിയിട്ട് ബാക്ക് മാക്സിമം സ്ട്രൈറ്റ് ചെയ്തിട്ടാണ് അവർ എടുക്കാറ്. അപ്പോൾ അത് ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം എങ്ങനെയെന്നുള്ളത്. അപ്പോൾ അത് നോക്കാം. അപ്പോൾ നമ്മൾ കുട്ടികൾ എങ്ങനെ ഭാരമുള്ള വസ്തു എടുക്കാൻ നോക്കാം. അവരാദ്യം തന്നെ ഭാരമുള്ള വസ്തുവിൻ്റെ അടുത്തേക്ക് നിൽക്കും. എന്നിട്ട് കാൽപാദങ്ങൾ തമ്മിൽ നല്ലൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ ഉണ്ടാക്കും. അങ്ങനെ ആകുമ്പോൾ നല്ല ബേസ് കിട്ടും, നല്ല ബാലൻസും കിട്ടും. എന്നിട്ട് അവർ ബാക്ക് മാക്സിമം സ്ട്രൈറ്റ് ആക്കും. അതിനുശേഷം കാൽമുട്ടുകൾ മടക്കും. അപ്പോഴാണ് നല്ല ഗ്രിപ്പ് കിട്ടുക. പിന്നെ അവർ കാലിലെ മസിൽസ് ഉപയോഗിച്ചിട്ടാണ് ഭാരം എടുക്കാറ്. നമ്മൾ ചെയ്യുന്നത് മിസ്റ്റേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാലിൻ്റെ മസിലിൻ്റെ പകരം ബാക്കിൻ്റെ മസിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വെയിറ്റ് എടുക്കാറ്. അതായത് കാലുമുട്ട് മടക്കാതെ നേരെ ബാക്ക് ബെൻഡ് ചെയ്തിട്ട് നമ്മൾ പെട്ടെന്ന് എടുക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ബാക്ക് പെയിൻ വരും. അപ്പോൾ ഇങ്ങനെ കുട്ടികളെ ഈ രീതിയിൽ ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാക്ക് പെയിൻ വരില്ല. അതാണ് കറക്റ്റ് മെത്തേഡ്. അവർക്ക് ബാക്ക് സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് അവർ നാച്ചുറലായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നതാണ് കാൽമുട്ട് മടക്കി ബാക്ക് സ്ട്രൈറ്റ് ആക്കി എടുക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭാരമുള്ള വസ്തുവിൻ്റെ അടുത്ത് നിൽക്കുക, ഭാരം എത്രയാണെന്ന് നോക്കുക, കാലോട് തട്ടിയിട്ട്. എന്നിട്ട് എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്റ്റേബിൾ പൊസിഷൻ വെക്കുക. കാൽപാദങ്ങൾ ഒന്ന് നീട്ടിയിട്ട് നല്ല സ്റ്റേബിളായിട്ടൊരു പൊസിഷൻ ഉണ്ടാക്കുക. അപ്പോൾ നല്ല ഗ്രിപ്പ് കിട്ടും. എന്നിട്ട് എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് മാക്സിമം സ്ട്രൈറ്റ് ചെയ്തിട്ട് കാൽമുട്ട് മടക്കിയിട്ട് വേണം നമ്മൾ ഭാരമുള്ള വസ്തുക്കൾ എടുക്കാൻ. അപ്പോൾ ഇതാണ് കാണിച്ചത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്ക് പെയിൻ നമുക്ക് ഒരുപാട് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ബൈ. സുഹൃത്തുക്കളെ നമസ്കാരം. ഞങ്ങളുടെ അടുത്ത വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് സുഹൃത്തുക്കളെ എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ നമസ്കാരം. ഞങ്ങളുടെ അടുത്ത വ്ലോഗിലേക്ക് സ്വാഗതം. എന്താണ് ആ ബോൾ കാണുക? ബോൾ 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 തണുക. ഓക്കെ, ഞാൻ അവിടെ നോട്ടെ. വരെ വരെ വാ വരെ 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 വാ. ബിസി ബിസി